മധുവിന്റെ നോവൽ എത്രത്തോളായി? ഗോയിങ് ഓൺ, പുരോഗമിക്കുന്നു. പ്രേമമായിരിക്കും പ്രമേയം, അതെങ്കിൽ അതും ചെറുപ്പക്കാരുടെ. അതെ, നിങ്ങളെന്താ ഞങ്ങളെപ്പോലെ പ്രായമായവരുടെ പ്രേമത്തെ കുറിച്ച് കഥ എഴുതാത്തത്? ആന്റി അങ്കിളിനെയും കണ്ടതിന് ശേഷം അങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള ഐഡിയ എന്റെ മനസ്സിൽ ഉദിക്കുന്നുണ്ട്. കറക്റ്റ്. ഞങ്ങൾ ഇന്നും പ്രേമബദ്ധരാണ്. വിവാഹ സമയത്ത് കണ്ടുമുട്ടിയ അതേ ആവേശം ഇന്നും തുടരും. മിസ്റ്റർ രാജേഷ്, എന്റെ ഡാഡി, ഇത് മമ്മി. മിസ്റ്റർ മധു ഒരു സാഹിത്യകാരനാ. മോളെ, മിസ്റ്റർ രാജേഷ് നിന്റെ ക്ലാസ്മേറ്റ് ആണോ? ക്ലാസ്മേറ്റ് അല്ല, കോളേജ് മേറ്റ്. ഞാൻ വരട്ടെ. മിസ്റ്റർ രാജേഷ് ഒരു ദിവസം വീട്ടിലേക്ക് വരണം, മോളുടെ കൂടെ. വരാം. ബൈ. രാജേഷ് എങ്ങനെയാ മോളെ? ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണോ? ഫസ്റ്റ് ആണ്. പഠിത്തത്തിൽ മാത്രമല്ല, മ്യൂസിക്, പെയിന്റിംഗ്, സ്പോർട്സ് എല്ലാറ്റിലും കോളേജിൽ ഫസ്റ്റ് ആണ് രാജേഷ്. മമ്മിക്ക് ഇഷ്ടമായി. മോക്ക് പരിചയമില്ലേ രാജേഷിനെ? പരിചയമുണ്ട്. മിടുക്കനാണല്ലേ? അതെ. മോൾ ഒരു ദിവസം രാജേഷിനെ ഉണ്ണാൻ വിളിക്കണം. ശരി മമ്മി. ഇതിനു മുമ്പേ ക്ഷണിക്കേണ്ടതായിരുന്നു. ഓ, ഇപ്പോഴും വൈകിട്ടില്ല. നല്ല ചെറുപ്പക്കാരൻ. വരുന്നു. മമ്മിക്ക് ഡാഡിക്കും രാജേഷിന് വളരെ ഇഷ്ടമായി. കോളേജിലെ ഏറ്റവും നല്ല സ്പോർട്സ്മാൻ രാജേഷാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കോളേജിലെ ഏറ്റവും നല്ല പാട്ടുകാരനും രാജേഷാണെന്ന് ഞാൻ പറഞ്ഞപ്പോ മമ്മിക്ക് വളരെ ഇഷ്ടമായി. മമ്മിക്ക് ഒരു ദിവസം രാജേഷിന്റെ പാട്ട് കേൾക്കണം അത്രേ. ഒരു ദിവസം വീട്ടിലേക്ക് വരണം. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശാശ്വതമല്ല ഈ മാനവ ജീവിതം. ഇതിനൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല കുട്ടി. പ്രേമത്തിന് യാതൊരർത്ഥവുമില്ല. പ്രേമിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് ഞാൻ പറയുന്നത്. കുട്ടിക്കറിയില്ലേ, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. ക്ഷേപ്പട്ടെ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് മോളെ. ഡാഡിയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഡാഡി എന്താണ് എഴുതിയിരിക്കുന്നത് അങ്കിൾ? ഇതിനു മുൻപ് അയച്ച കത്തിലെ വാചകം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അനുവിനെ സ്വന്തം മകളെ പോലെ നോക്കണമെന്ന്. ആന്റിയും അങ്കിളും അങ്ങനെ തന്നെയാണല്ലോ നോക്കുന്നത്. വെരി ഗുഡ്. ഇതാ അനുവിനൊരു കത്ത് വന്നിട്ടുണ്ട്. പിന്നെ മറുപടി എഴുതിക്കൊള്ളൂ. ഞാനൊരു കത്ത് എഴുതുന്നുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ഗുഡ് നൈറ്റ്. രാജേഷിന് ആരൊക്കെ ഉണ്ട് മോളെ? രാജേഷിനോ? അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. പരമ്പരയായി രാജേഷിന്റെ കുടുംബം ജന്മിമാരാണ്. കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആ ഷീപ്പ് മുഖത്തുണ്ട്. അമ്മയും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടോ അതോ? ഇല്ല, അവരെല്ലാം പാലക്കാടാണ്. ഇവിടെ രാജേഷ് തനിയെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്, പഠിക്കാൻ വേണ്ടി. ജോലിക്കൊരു വേലക്കാരനുണ്ട്. മോളെ, മിസ്റ്റർ രാജേഷിനെ ഒരു ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മമ്മിക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ശരി മമ്മി.